ഹലോ എവ്രി വൺ. നമ്മൾ ഇപ്പോൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെൽ ക്ലസ്റ്റേഴ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ആദ്യത്തെ ചാപ്റ്റർ എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോസൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ അതിൽ ലെറ്റേഴ്സ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക, എന്നിട്ട് ഈ ചാപ്റ്റർ കാണുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അത് കാണാത്തവർക്ക് വേണ്ടി എളുപ്പം ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കയറി കാണാം. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്ന് നോക്കാം. സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ചാപ്റ്ററിൻ്റെ പേരിന് മീനിങ് തന്നെ. സെൽ എന്ന് പറഞ്ഞാൽ കോശം, നമ്മൾ പഠിച്ചതാണ്. ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. അതായത് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലോ സെല്ലിൻ്റെ കൂട്ടങ്ങൾ എന്നായിരിക്കും മീനിങ്. എന്നാൽ അതിനെക്കുറിച്ചായിരിക്കും നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്ന് വിശ്വസിക്കാം. ഇവിടെ ഒരു കുട്ടി നിന്ന് പറയുന്നുണ്ട്, ഓൾ ഓർഗൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ബട്ട് ഹൗ ഡിഫറെൻറ്റ് ആർ ദി ഐസ്, നോസ് ആൻഡ് ടങ്. നമ്മൾക്കറിയാം അല്ലേ, നമ്മുടെ ഈ ബോഡി മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് വെച്ചിട്ടാണ്. ഒരുപാട് സെല്ല് കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈ ബോഡി പാർട്സൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ പാർട്സും സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഈ നോസ്, ടങ്ക്, അങ്ങനെ പല പല പാർട്സും പല ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, പല ടൈപ്പല്ലേ കാണാൻ. അതെന്തുകൊണ്ടാണ് നമ്മൾക്ക് നോക്കാം. ഡിഡ് യു നോട്ടീസ് ഉണ്ണിക്കുട്ടൻസ് ഡൗട്ട്? ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ച ഡൗട്ടാണിത്. ആർ ദ സെയിം ടൈപ്പ് ഓഫ് സെൽസ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദി ബോഡി? നമ്മുടെ ബോഡി പാർട്സ് എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സിലിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കാം? നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലായിരിക്കും. അനലൈസ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദി ഇൻഫറൻസസ് ഇൻ യുവർ സയൻസ് ഡയറി. ഇവിടെ തന്നിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ ഒബ്സർവ് ചെയ്താൽ നമ്മൾക്ക് അറിയാൻ പറ്റും. നമ്മൾക്കൊന്ന് നോക്കാം. നമ്മുടെ ന്യൂറോണിലുണ്ടാവുന്ന, ഞരമ്പുകളിലുണ്ടാവുന്ന എന്താണ്? നെർവ് സെല്ലാണ്. പിന്നെ എല്ലിലുണ്ടാവുന്നത് ബോൺ സെല്ലാണ്. പിന്നെ മസിലിലുണ്ടാവുന്നത് മസിൽ സെല്ലാണ്. ബ്ലഡിലുണ്ടാവുന്നത് ബ്ലഡ് സെൽസ് ആണ്. എല്ലാ സെൽസും ഒന്ന് നോക്കിക്കേ, ഡിഫറെൻ്റ് ആണല്ലേ, കാണാൻ തന്നെ ഡിഫറെൻ്റ് ആണ്, ഒരുപോലെ അല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഒരേപോലെ ഇരിക്കുക? അതുകൊണ്ടാണ് നമ്മുടെ പല ബോഡി പാർട്സും പല ടൈപ്പിലിരിക്കുന്നത്. സെല്ല് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും സെല്ല് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മൂക്ക് വേറെ ടൈപ്പ്, കണ്ണ് വേറെ ടൈപ്പ് ഒക്കെ ആയിട്ടിരിക്കുന്നത്. ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്, സെല്ലുകളിലുള്ള വൈവിധ്യം, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് എന്നുള്ളൊരു മീനിങ് ആണ്. ഈച്ച് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. ഓരോ ഹ്യൂമൻ ബോഡിയും, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് മില്യൺ കണക്കിന് പല ടൈപ്പിലുള്ള സെൽസ് വെച്ചിട്ടാണ്. മില്യൺ കണക്കിന് സെൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. There are about 200 different kinds of cells like nerve cells, muscle cells, blood cell, bone cell, etc. in the human body. നമ്മുടെ ഈ ബോഡിയിൽ 200 തരത്തിലുള്ള സെൽസ് ഉണ്ടെന്നാണ് പറയുക. കുറച്ച് സെൽസിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. നെർവ് സെല്ല്, മസിൽ സെല്ല്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസിൻ്റെ. ഇതുപോലെ 200 എണ്ണം ഉണ്ട്. 200 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഉള്ളത് സെൽസ്, അല്ലേ? ഓക്കെ, ഇവിടെ വേറൊരു കുട്ടി ചോദിക്കുന്നുണ്ട്, വാട്ട് എ വണ്ടർ അവർ ബോഡി ഈസ്, ഹൗ ഡു മില്യൺസ് ഓഫ് സച്ച് സെൽസ് ഫങ്ഷൻസ് എഫക്റ്റീവ്ലി വിത്തൗട്ട് ഗെറ്റിംഗ് മെസ്ഡ് അപ്പ്. നമ്മുടെ ബോഡിയിൽ മില്യൺ കണക്കിന് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഈ എല്ലാ സെൽസും കൂടി, ഇത്രയും അധികം സെൽസൊക്കെ കൂടി എങ്ങനെയാണ് ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലേ? വെറുതെ അലങ്കോലം ആവാതെ എങ്ങനെയാണ് ഇവർ ഇത്ര പെർഫെക്റ്റായിട്ട് എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നതെന്നാണ് കുട്ടിയുടെ ഡൗട്ട്. എങ്കിൽ നോക്കാം. യെസ്, ദി ഹ്യൂമൻ ബോഡി ഈസ് ഇൻഡീഡ് എ വണ്ടർ. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണല്ലോ ഹ്യൂമൻ ബോഡി. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഭയങ്കര അത്ഭുതമാണ്. ദി വെൽ ബീയിങ് ഓഫ് ദി ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദി സിസ്റ്റമാറ്റിക് ആൻഡ് റെഗുലേറ്റഡ് ആക്ഷൻ ഓഫ് ദി സെൽസ്. ഈ സെൽസിൻ്റെ ഫങ്ഷൻ കൊണ്ടാണ്, അവരുടെ സെല്ലുകളുടെ ആക്ഷൻ കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ എല്ലാ വർക്കും കറക്റ്റായിട്ട് ചെയ്യുന്നത്. സിമിലർ സെൽസ് ഫങ്ഷൻ ടുഗദർ ഇൻ ഗ്രൂപ്പ്സ് നോട്ട് സെപ്പറേറ്റ്ലി. ഒരുപോലത്തെ സെൽസ്, അതായത് ബ്ലഡ് സെൽസ് എല്ലാം ഒരുപോലെയാണ്. മസിൽ സെൽ എല്ലാം ബ്ലഡ് സെല്ല് പോലെയല്ല, വേറെ ടൈപ്പാണ്, അല്ലേ? ഓരോ മസിൽ സെൽസും കൂട്ടത്തോടെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഓരോ ബ്ലഡ് സെൽസും കൂട്ടത്തോടെ വർക്ക് ചെയ്യും. സെപ്പറേറ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഓരോ സെല്ല് സെപ്പറേറ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, കൂട്ടത്തോടെ വർക്ക് ചെയ്യും. ബ്ലഡ് സെല്ലിൻ്റെ ഫങ്ഷൻ ചെയ്യും.
പിന്നെന്താ മസിൽ സെൽസിൻ്റെ ഫങ്ഷൻ ചെയ്യും, നെർവ് സെൽസിൻ്റെ ഫങ്ഷൻ ചെയ്യും. അങ്ങനെയാണ്, ഒരുമിച്ച് വർക്ക് ചെയ്യും. സച്ച് ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് ആർ കോൾഡ് ടിഷ്യൂസ്. അങ്ങനെ സെല്ലുകളുടെ കൂട്ടത്തെയാണ് പറയുന്നത് ടിഷ്യൂസ് എന്ന്, അല്ലേ? സെൽ ക്ലസ്റ്റേഴ്സ് ആർ നോൺ ആസ് ടിഷ്യൂസ് എന്ന് പറയും, സെല്ലിൻ്റെ കൂട്ടം. അത്രയേ ഉള്ളൂ. ടിഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ സെല്ലുകളുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ മതി. ഇനി ടിഷ്യൂസ് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. എന്താ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ സെല്ലുകളുടെ ഒരു കൂട്ടമാണ്. ബ്ലഡ് സെല്ല്, ഒരു ബ്ലഡ് സെല്ല്, 2 ബ്ലഡ് സെല്ല്, അങ്ങനെ പല ബ്ലഡ് സെല്ല് എത്ര എണ്ണം ഉണ്ടോ അവരെല്ലാം കൂടി ഒരു കൂട്ടത്തോടെ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു, അല്ലേ? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ അവർക്ക് ഉണ്ടാകും, ഒരു പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻ അവർക്ക് ഉണ്ടാകും. ഓരോ ടൈപ്പ് ഓഫ് സെല്ലിനും അങ്ങനെ ഓരോ ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ഇൻ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമ്മൾ ആനിമൽസ് പിന്നെ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്, അതായത് ഒന്നിലധികം സെൽസ് ഉള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് തന്നെ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അവരുടെ കൂട്ടുവാണ് ടിഷ്യൂസ്. ആ ടിഷ്യൂസും പല ടൈപ്പ് ഉണ്ട്. ദി കോർഡിനേറ്റഡ് ആക്ഷൻ ഓഫ് ദീസ് ടിഷ്യൂസ് ഹെൽപ്സ് ഇൻ പെർഫോമിങ് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എഫക്റ്റീവ്ലി. ഈ ടിഷ്യൂസിൻ്റെയൊക്കെ കൂടിയുള്ള ഒരു എന്താ പറയുക, അവരുടെ ഒരു എഫേർട്ടാണ് നമ്മുടെ ബോഡിയിൽ ഓരോ ഫങ്ഷൻസ് നല്ലോണം നടക്കുന്നത്. അത്രയും മനസ്സിലാക്കിയത്. ടിഷ്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ? സെല്ലിൻ്റെ ഒരു കൂട്ടമാണ്. ഓക്കെ, ഫ്രം എ സിംഗിൾ സെൽ അവർ ബോഡി ഈസ് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്. നമ്മുടെ ബോഡി ഉണ്ടാവുന്നത് തന്നെ ഒരു ചെറിയ സെല്ലിൽ നിന്നാണ്, ഒരേ ഒരു സെല്ല്, അതേതാ? സൈഗോട്ട് എന്ന് പറയും. The zygote undergoes continuous divisions and forms the fetus consisting cells of different shape, size and content. എന്താ ഈ സൈഗോട്ട് എന്താ വെച്ചാൽ സൈഗോട്ടായിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് ഉണ്ടാവുക. ആ സൈഗോട്ടിന് ഡിവിഷൻ സംഭവിക്കും. തുടർച്ചയായിട്ടുള്ള ഡിവിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫീറ്റസ് ആയി മാറും. ഫീറ്റസ് ഇതായി മാറും. സൈഗോട്ടിന് എന്താ പറയുക, ഡിവിഷൻ സംഭവിച്ചു കഴിയുമ്പോൾ സൈഗോട്ടായി മാറും. Okay, fetal cells gradually attain change in structure and function. This process is known as cell differentiation. എന്താ? ഫീറ്റൽ സെൽസ്, ഈ സൈഗോട്ട് ഫീറ്റസ് ആയി ഈ ഫീറ്റൽ സെൽസ് എന്ത് പറ്റും? അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനൊക്കെ ഇങ്ങനെ മാറ്റം വരും, ചേഞ്ച് വരും. ആ ഒരു പ്രോസസ്സിന്, ഫീറ്റസിന് ചേഞ്ച് വരുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെൽ ഡിഫറൻസിയേഷൻ എന്ന്. എന്താണ് സെൽ ഡിഫറൻസിയേഷൻ എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റില്ല. എന്താ? ഫീറ്റൽ സെൽസ് ഗ്രാജുവലി അറ്റൈൻ ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സെൽ ഡിഫറൻസിയേഷൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റേഴ്സ്. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്, അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യും. ഫോർമേഷൻ ഓഫ് ഫീറ്റസ് എന്താണ്? ഫോർമേഷൻ ഓഫ് ഫീറ്റസിനെ കുറിച്ച് നമ്മൾക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് ഫീറ്റസ് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? സൈഗോട്ടിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിവിഷൻ സംഭവിക്കുമ്പോഴാണ് ഫീറ്റസ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും? ഫീറ്റസ് ഈസ് ഫോംഡ് വെൻ ദി സൈഗോട്ട് അണ്ടർഗോസ് കണ്ടിന്യൂസ് ഡിവിഷൻ. ഇത്രയും എഴുതിയാൽ മതി. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് സെൽ ഡിഫറൻസിയേഷൻ. സെൽ ഡിഫറൻസിയേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. Fetal cells gradually attain change in structure and function due to cell differentiation. Thus, different kinds of cells and tissues are formed. ഈ ഒരു സെൽ ഡിഫറൻസിയേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസും ആ സെല്ലിൻ്റെ കൂട്ടങ്ങളായ ടിഷ്യൂസും ഉണ്ടാകുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് ദി ലൈഫ് പ്രോസസ് എഫക്റ്റീവ്. ഇത്രയും എഴുതിയാൽ മതി. ഇനി ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് തന്നിരിക്കുന്നത് കണ്ടോ? എ ജയൻറ്റ് ലീപ്പ് ഇൻ സ്റ്റെം സെൽ റിസർച്ച്. സ്റ്റെം സെൽ റിസർച്ചിലുള്ളൊരു ഭയങ്കര വലിയ കുതിപ്പ് എന്നുള്ളൊരു മീനിങ് ആണ്. സയൻസ് ഹാസ് സക്സീഡഡ് ഇൻ ആർട്ടിഫിഷ്യലി ഡെവലപ്പിംഗ് ടിഷ്യൂസ് ഫ്രം സ്റ്റെം സെൽസ്. എ ലോട്ട് ഓഫ് റിസർച്ച് ഹാസ് ഗോൺ ഇൻ ടു ദിസ് അച്ചീവ്മെൻറ്റ് വിച്ച് വുഡ് ബിക്കം എ മൈൽ സ്റ്റോൺ ഇൻ ദി ഫീൽഡ് ഓഫ് മെഡിസിൻ. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്? സ്റ്റെം സെൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, നമ്മൾക്ക് സ്റ്റെം സെൽസിൽ നിന്ന് ആർട്ടിഫിഷ്യലായിട്ട് ടിഷ്യൂസ് നിർമ്മിക്കാനുള്ള ഒരു കാര്യം സക്സീഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണിത്. അപ്പോൾ ഈ ഒരു ന്യൂസ് വായിച്ചപ്പോൾ നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്ന ഈ കുട്ടിക്ക് ഒരു ഡൗട്ട് തോന്നി. എന്താ? വാട്ട് ആർ ദി സ്റ്റെം സെൽസ്? എന്താണ് ഈ സ്റ്റെം സെൽസ്? ആർ ദി സെൽസ് വിത്തിൻ സീഡ്സ്?
ഇനി വിത്തുകളുടെ ഉള്ളിലുള്ളതാണോ സ്റ്റെം സെൽസ്? സ്റ്റെം എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ചെടിയുടെ തണ്ടിനെ നമ്മൾക്ക് ഓർമ്മ വരുന്നത്. ഇനി ആ വിത്തിൻ്റെ ഉള്ളിലുള്ളതാണോ എന്ന് ഈ കുട്ടിക്ക് ഡൗട്ട് തോന്നുന്നു. എങ്കിൽ നമുക്ക് നോക്കാം എന്താണ് സ്റ്റെം സെൽസ് എന്ന്. സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽ. എന്താണ് സ്റ്റെം സെൽസ്? അതൊരു പ്രത്യേകതരം സെൽസാണ്. അതിനെന്ത് കഴിയും? ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. വേറെ ഏത് ടൈപ്പ് ഓഫ് സെല്ലിലേക്കും ഈ സ്റ്റെം സെല്ലിന് മാറാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ സ്റ്റെം സെല്ലിന് ബ്ലഡ് സെല്ലാവാൻ പറ്റും, സ്റ്റെം സെല്ലിന് തന്നെ മസിൽ സെല്ലാവാൻ പറ്റും. അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് സെല്ലിലേക്ക് വേണമെങ്കിലും ഇതിനെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സ്റ്റെം സെൽസ് അണ്ടർഗോ കോൺസ്റ്റൻറ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ കൈൻഡ്സ് ഓഫ് സെൽസ്. ഈ സ്റ്റെം സെൽസിന് ഡിഫറൻസിയേഷൻ സംഭവിക്കുമ്പോൾ അത് വേറെ ഒരു സെല്ലായിട്ട് മാറും, വേറെ ടൈപ്പ് ഓഫ് സെല്ലായിട്ട് മാറ്റാൻ പറ്റും. സ്റ്റെം സെൽസ് ക്യാൻ എയ്തർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ദി അതർ സെൽസ് ത്രൂ ഡിവിഷൻ ഓർ എക്സിസ്റ്റ് ആസ് സച്ച്. സ്റ്റെം സെൽസിന് ഒന്നെങ്കിൽ ആ സ്റ്റെം സെല്ലായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യാം, നിലനിൽക്കാം, അല്ലെങ്കിൽ വേറെ സെല്ലായി മാറാം. When the cells in the tissues get destroyed, new cells develop from the stem cells. ഈ ടിഷ്യൂസ്, അതായത് സെല്ലിൻ്റെ കൂട്ടങ്ങളിലെ ഏതെങ്കിലും കുറച്ച് സെൽസ് ഡിസ്ട്രോയ് ആയാൽ, അതായത് നശിഞ്ഞു പോയാൽ പുതിയ സെൽസ് വളരണ്ടേ, എന്നാലല്ലേ നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസൊക്കെ നടക്കുകയുള്ളൂ. പുതിയ സെൽസ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? സ്റ്റെം സെൽസിൽ നിന്നാണ്. സ്റ്റെം സെൽസ് ആർ ഫൗണ്ട് ഇൻ ദി ബോൺ മാരോ, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്ട് എക്സെട്ര. എവിടെയൊക്കെ കാണാൻ കഴിയും? ബോൺ മാരോ, മജ്ജ എന്ന് പറയും, പിന്നെ തൊലി, പിന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട്, ദഹനേന്ദ്രിയം എന്ന് പറയും. ഇവിടെയൊക്കെ കാണാൻ കഴിയും നമ്മൾക്ക് ഈ സ്റ്റെം സെൽസിനെ. നൗഎഡേയ്സ് സയൻസ് ക്യാൻ ഡെവലപ്പ് ദി ഡിസൈർഡ് ടൈപ്പ് ഓഫ് സെൽസ് ഫ്രം സ്റ്റെം സെൽസ് ഇൻ റിസർച്ച് സെൻറ്റേഴ്സ് അണ്ടർ സ്പെസിഫിക് ലബോറട്ടറി കണ്ടീഷൻസ്. ഇപ്പോൾ നമ്മൾക്ക് ഈ സ്റ്റെം സെൽസിൽ നിന്ന് നമ്മൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ഓരോ സെൽസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് റിസർച്ച് സെൻറ്റേഴ്സിൽ. It is expected that the research of stem cells can bring about miraculous changes in the treatment of blood cancer, diabetes, Parkinson's disease, etc. and also in the manufacture of artificial organs. എന്താ ഈ സ്റ്റെം സെൽസിൻ്റെ റിസർച്ചിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്ര പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഈ സ്റ്റെം സെൽസിനെ ബ്ലഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനും അതുപോലെ ഡയബറ്റീസിനും പാർക്കിൻസൺസിനും ഒക്കെ നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും ഈ സ്റ്റെം സെൽസിനെ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു റിസർച്ചിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾക്ക് ഓർഗൻസ് നിർമ്മിക്കാനും പറ്റും, അവയവങ്ങൾ നിർമ്മിക്കാനും പറ്റും ഈ സ്റ്റെം സെൽസ് ഉപയോഗിച്ച്. അതുകൊണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇൻഡിക്കേറ്റേഴ്സ്. വാട്ട് ആർ ദി പെക്യുലാരിറ്റീസ് ഓഫ് സ്റ്റെം സെൽസ് വെൻ കമ്പയർഡ് ടു അതർ സെൽസ്? മറ്റു സെല്ലുകളെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് വേറെ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ആ സെല്ലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റെം സെൽസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന് വേറെ സെല്ലായിട്ട് മാറാൻ കഴിയും അല്ലേ? പക്ഷേ വേറെ ഏത് ടൈപ്പ് സെല്ലെടുത്താലും അതിന് ചേഞ്ച് ആവാൻ പറ്റില്ല. ബ്ലഡ് സെല്ലിനോട് മസിൽ സെല്ലാവാൻ പറഞ്ഞാൽ അതിന് പറ്റില്ല, അതുപോലെ മസിൽ സെല്ലിനോട് നെർവ് സെല്ലാവാൻ പറഞ്ഞാൽ അതിന് പറ്റില്ല. പക്ഷേ നമ്മുടെ സ്റ്റെം സെല്ലിനോട് ഏത് വേറെ സെല്ലാവാൻ പറഞ്ഞാലും അതിന് പറ്റും. അതല്ലേ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതെഴുതാം. സ്റ്റെം സെൽസ് ക്യാൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. can transform into other type of cells through cell division or it can exist as stem cell itself. ഒന്നെങ്കിൽ സ്റ്റെം സെല്ലായിട്ട് തന്നെ അതിന് നിലനിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് വേറെ ടൈപ്പ് ഓഫ് സെല്ലായി മാറാൻ കഴിയും. ഹൗ ഈസ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് സെൽസ് ഇൻ ടിഷ്യൂസ് കോമ്പൻസേറ്റഡ്? എങ്ങനെയാണ് ഒരു ടിഷ്യൂവിൽ, ഒരു സെല്ലുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സെല്ല് ഡിസ്ട്രോയ് ആയാൽ, നശിഞ്ഞു പോയാൽ അതെങ്ങനെയാണ് അവിടെ പരിഹാരം ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? നമ്മുടെ സ്റ്റെം സെൽസ് എന്ത് ചെയ്യും? സ്റ്റെം സെൽസിൽ നിന്ന് പുതിയ സെൽസ് ഉണ്ടാകും അല്ലേ? അങ്ങനെ ഒരു കഴിവും കൂടി സ്റ്റെം സെൽസിനുണ്ട്. അപ്പോൾ അതെഴുതിയാൽ മതി. വെൻ ദി സെൽസ് ഇൻ ദി ടിഷ്യൂസ് ഗെറ്റ് ഡിസ്ട്രോയ്ഡ്, ന്യൂ സെൽസ് ഡെവലപ്പ് ഫ്രം ദി സ്റ്റെം സെൽസ്. സ്റ്റെം സെൽസിൽ നിന്ന് പുതിയ സെല്ലുകൾ ഉണ്ടാവും. വൈ ഈസ് സ്റ്റെം സെൽ റിസർച്ച് ഗെയിനിങ് ഇമ്പോർട്ടൻസ്? എന്തുകൊണ്ടാണ് ഈ സ്റ്റെം സെൽ റിസർച്ചിന് ഇത്ര പ്രാധാന്യമുള്ളത്? ഒരുപാട് രോഗങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഈ സ്റ്റെം സെൽസ് ഉപയോഗിച്ച്. ഏതൊക്കെയാണ്? ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺസ്, ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ളത്. എന്താ? ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദി റിസർച്ച് ഓഫ് സ്റ്റെം സെൽസ് ക്യാൻ ബ്രിങ് അബൌട്ട് മിറാക്കുലസ് ചേഞ്ചസ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയബറ്റീസ്, ബ്ലഡ് ക്യാൻസർ, പാർക്കിൻസൺസ് ഡിസീസ് എക്സെട്ര ആൻഡ് ഓൾസോ ഇൻ ദി മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻസ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് അവയവങ്ങൾ വരെ നിർമ്മിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഇത്രയും പഠിച്ചാൽ മതി. പതുക്കെ പതുക്കെ പഠിച്ചാൽ മതി. പാർട്ട് ബൈ പാർട്ടായിട്ട് ഇതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുള്ളൂ. എല്ലാവരും എല്ലാ പാർട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത പാർട്ട് വീഡിയോയിൽ കാണാം.